ഹാഡിയസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BBA FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 4 ആണ്. ചാപ്റ്റർ 4 വരുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദി പ്രപ്പോർഷൻ ഓർ മിക്സ് ഓഫ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ലോങ് ടേം ഫിനാൻസ് യൂസ്ഡ് ബൈ എ ഫേം such as equity share capital, preferred share capital, debentures, bonds and long-term loan. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെ പ്രപ്പോർഷൻ അല്ലെങ്കിൽ മിക്സാണ്. അതായത് നമ്മൾ ഒരു ഫിനാൻസിൽ മാത്രം, ഒരു ലോങ് ടേം സോഴ്സിൽ മാത്രം ഊന്നൽ നൽകാതെ വ്യത്യസ്തമായിട്ടുള്ള ലോങ് ടേം സോഴ്സിൻ്റെ മിക്സായിട്ട് ഉപയോഗിക്കുന്ന ഇതിനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇക്വിറ്റിയും ഡിബഞ്ചറും പ്രൊപ്പോർഷനായിട്ട് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ 50% ഇക്വിറ്റി ഉപയോഗിക്കുന്നു, 50% ഡിബഞ്ചർ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ 50% ഇക്വിറ്റി ഉപയോഗിക്കുന്നു, 50% ലോങ് ടേം ലോൺ ഉപയോഗിക്കുന്നു. അങ്ങനെ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിനെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ മിക്സായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഡെഫിനിഷൻ നോക്കാം. ഇൻ ദി വേർഡ്സ് ഓഫ് CW കെസ്റ്റർബർഗ് നൽകിയ ഒരു ഡെഫിനിഷനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദി കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ് ദാറ്റ് മേക്കപ്പ് ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷൻ മേക്ക് ചെയ്യുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസിന് പറഞ്ഞ പേരാണിത് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് പ്രൊപ്പോർഷനായിട്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എന്താണ് ക്യാപിറ്റലൈസേഷൻ നോക്കാം. ക്യാപിറ്റലൈസേഷൻ റെഫേഴ്സ് ടു ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ലോങ് ടേം ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ എ ബിസിനസ് എൻ്റർപ്രൈസ്. ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ലോങ് ടേം ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ടിനെ പറഞ്ഞ പേരാണത് ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ ഒരു ബിസിനസ് ഫേം ലോങ് ടേം സോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് ഓഫ് ഫണ്ടാണെന്ത്, ക്യാപിറ്റലൈസേഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ്, അതിൽ ഉൾക്കൊള്ളും ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും വരും, അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരും. റിസർവ് ആൻഡ് സർപ്ലസ്, ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് യൂസ്ഡ് ഫോർ പെർമനൻറ്റ് ഫിനാൻസിങ്. പെർമനൻറ്റ് ഫിനാൻസിങ്ങിന് വേണ്ടി ഇക്വിറ്റി ഷെയറിലും പ്രിഫറൻസ് ഷെയറിലും റിസർവ് ആൻഡ് സർപ്ലസിലും അതുപോലെ തന്നെ ലോങ് ടേം ലോണിലും ഡിബഞ്ചേഴ്സിലും പാടെ ഒരുമിച്ച് ഒരു ഫേം ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ടിന് പറഞ്ഞ പേരാണിത് ക്യാപിറ്റലൈസേഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസ് ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചറും ക്യാപിറ്റലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫസ്റ്റ് പോയിന്റ് ആണ് ക്യാപിറ്റലൈസേഷൻ, ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ലോങ് ടേം ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ എ കമ്പനി. ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് ഓഫ് ഫണ്ടാണ്. ലോങ് ടേം സോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ടിന് പറഞ്ഞ പേരാണിത് ക്യാപിറ്റലൈസേഷൻ. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷൻ ഓർ മിക്സ് ഓഫ് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്. ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ മിക്സ് മാത്രമാണെന്ത്, ക്യാപിറ്റൽ സ്ട്രക്ചർ. സെക്കൻഡ് പോയിന്റ് ക്വാണ്ടം, ടോട്ടൽ വാല്യൂ ഓഫ് ഫണ്ട്. ക്യാപിറ്റലൈസേഷനിൽ എന്ത് വരുന്നുണ്ട്, ടോട്ടൽ വാല്യൂ ഓഫ് ഫണ്ട് വരുന്നുണ്ട്. ഇവിടെ കോമ്പോസിഷൻ ആണ്, ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിയുടെയും മിക്സ് ആണ് അവിടെ വരുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നത്. ഇത്ര ശതമാനം ഇക്വിറ്റി ഉപയോഗിക്കുന്നു, ഇത്ര ശതമാനം ഡെപ്റ്റ് ഉപയോഗിക്കുന്നു. ദെൻ അതുകൊണ്ട് തന്നെ ക്യാപിറ്റലൈസേഷൻ ഒരു ബോർഡർ അല്ലെങ്കിൽ വൈഡ് കോൺസെപ്റ്റാണ്. ക്യാപിറ്റൽ സ്ട്രക്ചറോ നാരോ കോൺസെപ്റ്റാണ്. ദെൻ ക്യാപിറ്റലൈസേഷനിൽ വരുന്നതാണ് ഇക്വിറ്റി വരും, പ്രിഫറൻസ് ഷെയർ വരും, റിസർവ് വരും, ഡിബഞ്ചർ വരും, ലോങ് ടേം ലോൺ വരും. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചറിലോ ഇക്വിറ്റി വരും, പ്രിഫറൻസ് വരും, ഡിബഞ്ചേഴ്സ് വരും, ലോങ് ടേം ലോൺ വരും. എന്ത് വരില്ല, റിസർവും സർപ്ലസും വരില്ല. ക്യാപിറ്റലൈസേഷന് ഓവർ ക്യാപിറ്റലൈസേഷനും വരാം, അണ്ടർ ക്യാപിറ്റലൈസേഷനും വരാം. അപ്പോൾ ക്യാപിറ്റലൈസേഷനിൽ ഓവറും വരാം, അണ്ടറും വരാം. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റിയും ലിവറേജ് ഇഷ്യൂ. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫേം ഡെപ്റ്റും ഇക്വിറ്റിയും ഒരുപോലെ ഉപയോഗിക്കുക, ഓൺഡ് ക്യാപിറ്റലും ബോറോഡ് ക്യാപിറ്റലും ഒരുപോലെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ദെൻ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നത്. റിലേഷൻഷിപ്പ് ഓഫ് വേരിയസ് സോഴ്സാണ്, വ്യത്യസ്തമായ സോഴ്സ് നമ്മളെ റിലേഷൻഷിപ്പ് മാത്രമാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ.
ദെൻ പ്രോപ്പർ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിക്വയർഡ്. ഇവിടെ പ്രോപ്പർ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിക്വയർഡ് ആവശ്യമാണ്. ഒപ്റ്റിമം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉപയോഗിക്കുന്നത് ഒപ്റ്റിമം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ മാത്രമാണ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഫിനാൻസ് സ്ട്രക്ചർ. ഫിനാൻസ് സ്ട്രക്ചർ റെഫേഴ്സ് ടു ദി എൻറ്റർ കോമ്പോസിഷൻ ഓഫ് എ കമ്പനീസ് ലാബിലിറ്റീസ്. ഫിനാൻസ് സ്ട്രക്ചർ കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കമ്പനിയുടെ മുഴുവൻ ലാബിലിറ്റീസിൻ്റെയും കോമ്പോസിഷൻ, അതായത് പ്രൊപ്പോർഷൻ പറയുന്ന പേരാണിത് ഫിനാൻസ് സ്ട്രക്ചർ. ഇൻക്ലൂഡിങ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്. ഇവിടെ എന്തൊക്കെ വരും? ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസും വരും, അതുപോലെ തന്നെ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് വരും. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫിനാൻസ് സ്ട്രക്ചറിൽ എന്തും കൂടി ഉണ്ട്? ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസും കൂടി ഉണ്ട്. അപ്പോൾ ഒരു ഫേമിൻ്റെ ടോട്ടൽ ലാബിലിറ്റീസിൻ്റെ കോമ്പോസിഷനെ പറഞ്ഞ പേരാണ് ഫിനാൻസ് സ്ട്രക്ചർ. ഇറ്റ് ഷോസ് ഹൗ ടോട്ടൽ അസറ്റ് ഓഫ് എ ഫേം ആർ ഫിനാൻസ്ഡ്. ഇത് അർത്ഥമാക്കുന്നത് എങ്ങനെയാണ് ഒരു ഫേമിൻ്റെ ടോട്ടൽ അസറ്റ് ഫിനാൻസ് ചെയ്യുന്നത്, അതാണ് ഫിനാൻസ് സ്ട്രക്ചർ കൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറും ഫിനാൻസ് സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫസ്റ്റ് പോയിന്റ്, ക്യാപിറ്റൽ സ്ട്രക്ചർ കോമ്പോസിഷൻ ഓഫ് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ പറഞ്ഞ പേരാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ദെൻ ഫിനാൻസ് സ്ട്രക്ചർ ഓവറോൾ കോമ്പോസിഷൻ ഓഫ് ഓൾ സോഴ്സ് ഓഫ് ഫിനാൻസ്. ഒരു ഫേമിൻ്റെ എല്ലാ സോഴ്സ് ഓഫ് ഫിനാൻസിൻ്റെയും കോമ്പോസിഷനാണ്, അതായത് ഷോർട്ട് ടേം സോഴ്സും വരും, ലോങ് ടേം സോഴ്സും വരും. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബെഞ്ചേഴ്സ് ആൻഡ് ലോങ് ടേം ലോൺ. ഇവിടെ വരിക ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരും, അതുപോലെ തന്നെ ഡിബെഞ്ചേഴ്സ് വരും, ലോങ് ടേം ലോൺ വരും. ഇനി ഫിനാൻസ് സ്ട്രക്ചറിലോ ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലസ് കറണ്ട് ലാബിലിറ്റി. ക്യാപിറ്റൽ സ്ട്രക്ചറിനോട് കൂടി എന്തും കൂടിയും വരും, കറണ്ട് ലാബിലിറ്റീസും കൂടി അവിടെ ഉൾക്കൊള്ളും, ഫിനാൻസ് സ്ട്രക്ചറിൽ ഉൾക്കൊള്ളും. പെർമനൻറ്റ് ഓർ ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണിത് ക്യാപിറ്റൽ സ്ട്രക്ചർ. ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഫിനാൻസിങ് ആണിത് ഫിനാൻസ് സ്ട്രക്ചർ. നെക്സ്റ്റ് പോയിന്റ് ആണ് ഡസ് നോട്ട് ഇൻക്ലൂഡ് കറണ്ട് ലാബിലിറ്റീസ്. ഫിനാൻസ് സ്ട്രക്ചറിൽ എന്തുമില്ല, കറണ്ട് ലാബിലിറ്റി വരില്ല. ഇവിടെ കറണ്ട് ലാബിലിറ്റീസും കൂടി ഇൻക്ലൂഡ് ചെയ്യും, സച്ച് ആസ് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ, ഷോർട്ട് ടേം ലോൺ. ദെൻ ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിയുടെയും മിക്സ് ആണെന്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഫിനാൻസ് സ്ട്രക്ചറോ ടോട്ടൽ ലാബിലിറ്റീസിൻ്റെ സ്ട്രക്ചറാണെന്ത് ഫിനാൻസ് സ്ട്രക്ചർ. ദെൻ നാരോ കോൺസെപ്റ്റാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ബ്രോഡ് കോൺസെപ്റ്റാണ് ഫിനാൻസ് സ്ട്രക്ചർ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നത്. ഓവറാൾ ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി ആണ് ഫിനാൻസ് സ്ട്രക്ചറിൽ വരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ, എന്താണ് ഫിനാൻസ് സ്ട്രക്ചർ, അതിൻ്റെ ഡിഫറൻസ്. നെക്സ്റ്റ് വരുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയും. പ്രധാനമായിട്ടും രണ്ട് ഫാക്ടേഴ്സാണ്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിലുമായി ബന്ധം വിത്തിൻ ദി കൺട്രോളാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഔട്ട്സൈഡ് ദി കൺട്രോളാണ്. അതിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ ഒന്നാണ് പ്രോഫിറ്റബിലിറ്റി. ഒരു ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. നിങ്ങൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വൺ ഓഫ് ദി ഫാക്ടർ അഫക്റ്റഡ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ടു പ്രോഫിറ്റബിലിറ്റി. എന്താണ്? ഹൈ പ്രോഫിറ്റബിൾ ഫേംസ് പ്രിഫർ റിട്ടേൺ ഏർണിങ്സ്. നല്ല പ്രോഫിറ്റുള്ള ഫേം എന്താണ് പ്രിഫർ ചെയ്യുന്നത്? റിട്ടേൺ ഏർണിങ്സ്, അതായത് അവർക്കുള്ള പൈസ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. ആൻഡ് യൂസ് ലെസ് ഡെപ്റ്റ്, കടം കെട്ട് കുറക്കും ചെയ്യും. പൈസ എടുത്ത് വെച്ചിട്ട് എന്ത് കുറക്കും? ഡെപ്റ്റ് കുറക്കും. സെക്കൻഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആണ് ലിക്വിഡിറ്റി. ഫേം വിത്ത് സ്ട്രോങ് ലിക്വിഡിറ്റി ക്യാൻ സർവീസ് ഡെപ്റ്റ് ഈസിലി. ലോ ലിക്വിഡിറ്റി ഡിസ്കറേജ് ബോറോവിങ്. അപ്പോൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്ന് അനുകൂലമായിട്ട് മറ്റൊന്ന് ചെയ്യണം, പ്രതികൂലമാണ്. നല്ല ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഡെപ്റ്റ് കൊടുക്കാൻ കഴിയും. ഇനി ലിക്വിഡിറ്റി കുറവാണെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് ബോറോവിങ് കപ്പാസിറ്റി കുറയും. ഡിസ്കറേജ് ബോറോവിങ്. നെക്സ്റ്റ് വരുന്ന ഇൻറ്റേർണൽ ഫാക്ടറാണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി അർത്ഥമാക്കുന്നത് അഡോപ്റ്റ് ചേഞ്ചസ് ആണ്. ഫ്യൂച്ചറിൽ സ്ഥാപനത്തിൽ വരുന്ന ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ വൺ ഓഫ് ദി ഫാക്ടർ ദാറ്റ് അഫക്റ്റഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ടു ഫ്ലെക്സിബിലിറ്റി. ദ ഫേം ഷുഡ് മെയിൻറ്റെയിൻ റിസർവ് ബോറോവിങ് കപ്പാസിറ്റി ഫോർ ഫ്യൂച്ചർ നീഡ്സ്. ഫ്യൂച്ചർ നീഡുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്? റിസർവ് ബോറോവിങ് കപ്പാസിറ്റി ഫേമുകളിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഘടകമാണ്. ചേഞ്ചസ്. നെക്സ്റ്റ് വരുന്ന പോയിൻ്റാണ്
size of business. Large firm can raise fund easily and at a lower cost compared to small firm. ചെറിയ ഫേമുകൾ കമ്പയർ ചെയ്യുമ്പോൾ വൻകിട സ്ഥാപനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഫണ്ട് റേസിങ് കഴിയും. ദെൻ നാച്ചുറൽ ബിസിനസ്സിൻ്റെ സ്വഭാവവും ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കും അല്ലേ. യൂട്ടിലിറ്റീസും അതുപോലെ തന്നെ FMCG കമ്പനികളൊക്കെ സ്റ്റേബിളായിട്ടുള്ള എന്തുണ്ട് ഇൻഡസ്ട്രീസാണ്. അങ്ങനെ സ്റ്റേബിൾ ഇൻഡസ്ട്രീസിന് വളരെ എളുപ്പത്തിൽ അവരുടെ ഡെപ്റ്റ് മീറ്റ് ചെയ്യാനും റിസ്ക് കുറയ്ക്കാനും സഹായിക്കും. നെക്സ്റ്റ് വരുന്ന ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ് റെഗുലാരിറ്റി ആൻഡ് സെർട്ടനിറ്റി ഓഫ് ഇൻകം. അവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് സ്റ്റേബിളായിട്ടുള്ള ഏർണിങ്സ് എന്ത് സഹായിക്കും, പെട്ടെന്ന് ഡെപ്റ്റ് മീറ്റ് ചെയ്യാൻ സഹായിക്കും. വരുന്ന ഫാക്ടേഴ്സാണ് പീരിയഡ് ആൻഡ് പർപ്പസ് ഓഫ് ഫിനാൻസ്. അപ്പോൾ ഒരു ഫേമിൻ്റെ കാലാവധിയും അതിൻ്റെ ലക്ഷ്യവും എന്തിനെ ബാധിക്കും, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കും. ലോങ് ടേം പ്രൊജക്റ്റ് ആണെങ്കിൽ റിക്വയർസ് ലോങ് ടേം ഫണ്ട്. അവിടെ എന്തെന്നെ വേണം, ലോങ് ടേം ഫണ്ട് തന്നെ വേണം. നമ്മുടെ പ്രൊജക്റ്റ് ലോങ് ടേം ആണെങ്കിൽ അവിടെ ലോങ് ടേം ഫണ്ട് തന്നെ വേണം. ദെൻ ടെമ്പററി നീഡ്സ്, പെട്ടെന്നുള്ള ആവശ്യമാണെങ്കിൽ അവിടെ ഷോർട്ട് ടേം ഫണ്ടാണ് ആവശ്യം. നെക്സ്റ്റ് വരുന്ന ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയാറുണ്ട്. ഒരു കമ്പനി ഡെപ്റ്റും ഇക്വിറ്റിയും ഒരുപോലെ ഉപയോഗിക്കുക, അതായത് ഇക്വിറ്റിനേക്കാൾ കൂടുതൽ ഡെപ്റ്റ് ഉപയോഗിക്കുന്നത് പറഞ്ഞത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ദ ഫേം ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഹയർ ദാൻ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, പ്രിഫർ ഡെപ്റ്റ് ടു ഇൻക്രീസ് EPS. അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ROI കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡെപ്റ്റ് പ്രിഫർ ചെയ്യും. EPS ഉയർത്താൻ വേണ്ടി ഡെപ്റ്റ് പ്രിഫർ ചെയ്യും. മറ്റൊരു ഫാക്ടേഴ്സാണ് അസറ്റ് സ്ട്രക്ചർ. ദ ഫേം വിത്ത് ടാഞ്ചിബിൾ അസറ്റ് ക്യാൻ ബോറോ മോർ ആസ് സെർവ് ആസ് എ സെക്യൂരിറ്റി. ടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ കൂടുതൽ ബോറോ ചെയ്യാൻ കഴിയും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് ഓരോ പോയിന്റുകളും പഠിച്ചേക്കുക. ഏതൊക്കെയാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് കൃത്യമായിട്ട് പഠിച്ചേക്കുക. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതിലൊന്നാണ് കണ്ടീഷൻസ് ഇൻ ദി ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിലെ കണ്ടീഷൻ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻ അത് ഫേവറബിൾ ആവാം, അൺഫേവറബിൾ ആവാം. ഫേവറബിൾ ആയി കഴിഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ എന്ത് ചെയ്യും, ഇക്വിറ്റിനെ എൻകറേജ് ചെയ്യും. ദെൻ അൺഫേവറബിൾ ആണെന്ന് വെച്ചാൽ ഇക്വിറ്റിനൊക്കെ ഡിസ്കറേജ് ചെയ്യും. സെക്കൻഡ് ആണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തിനെ ബാധിക്കും, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഘടകമാണ്. ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ഫോർ സേഫ്റ്റി ഓർ റിട്ടേൺ ഇൻഫ്ലുവൻസസ് ദി ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ്. അപ്പോൾ ഓരോ സെക്യൂരിറ്റീസിലും ഇൻവെസ്റ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡും എന്തിനെ ബാധിക്കും, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കും. ദെൻ കോസ്റ്റ് ഓഫ് ഫിനാൻസിൻ്റെ ചെലവ്, കോസ്റ്റ്, ദ റിസ്ക് കൺസിഡറിങ് ഫിനാൻസിങ് എ ഫണ്ട്, ആ കോസ്റ്റ് എന്തിനെ ബാധിക്കും, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കും. നെക്സ്റ്റ് ആണ് ലീഗൽ റിക്വയർമെൻറ്റ്സ്. ഗവൺമെൻറ്റിൻ്റെ റൂൾസും റെഗുലേഷനും ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കും. ദെൻ ടാക്സേഷൻ പോളിസി, ടാക്സുകൾ, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ്, ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. എൻഗേജിങ് യൂസ് ഓഫ് ഡെപ്റ്റ് ഇല്ല, അതെന്തിലേക്ക് എൻഗേജ് ചെയ്യും, ഡെപ്റ്റിൻ്റെ യൂസേജിലേക്ക് എൻഗേജ് ചെയ്യും. ദെൻ മാനേജ്മെൻറ്റ് ആറ്റിറ്റ്യൂഡും ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഘടകമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഇൻറ്റേർണൽ ആണ്, എക്സ്റ്റേണൽ ആണ്. ഇതിലൊക്കെ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചേക്കാം. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെങ്കിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ആണ്. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദി ടോട്ടൽ ഐഡിയൽ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. അപ്പോൾ ഐഡിയൽ മിക്സാണ്, ഏറ്റവും ബെസ്റ്റ് മിക്സാണ്. ഡെപ്റ്റിൻ്റെയും ഇക്വിറ്റിയുടെയും ഐഡിയൽ മിക്സിനെ നമ്മൾ പറയുന്നത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇവിടെ എന്തായിരിക്കും, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവും വാല്യൂ ഓഫ് ഫേം മാക്സിമം ആയിരിക്കും. അപ്പോൾ ഒപ്റ്റിമം എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം, വാല്യൂ ഓഫ് ഫേം മാക്സിമം ആയിരിക്കും. ഇറ്റ് ഈസ് ദി മോസ്റ്റ് ബാലൻസ്ഡ് ഡെപ്റ്റ് ഇക്വിറ്റി കോമ്പിനേഷൻ ദാറ്റ് മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. അപ്പോൾ ഇത് ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഡെപ്റ്റ് ഇക്വിറ്റി കോമ്പിനേഷനാണ്. അതെന്തിലേക്ക് നയിക്കും, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിലേക്ക് നയിക്കും. അപ്പോൾ നമ്മൾ ഡെപ്റ്റും ഇക്വിറ്റിയും നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് കോസ്റ്റ് മിനിമത്തിൽ മാക്സിമം വാല്യൂ ഓഫ് ഫേം, അതിന് നമ്മൾ എന്ത് പറയുന്നത്, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ അറ്റ് വിച്ച് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ WACC ഈസ് മിനിമം, ഓവറോൾ കോസ്റ്റ് മിനിമം ആൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം മാക്സിമം. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഓവറോൾ കോസ്റ്റ് വെയ്റ്റഡ് ആവറേജ് ഓഫ് ക്യാപിറ്റൽ മിനിമം, മാർക്കറ്റ് വാല്യൂ ഓഫ് ഫേം
മാക്സിമം ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് പാറ്റേൺ ഓർ ഫോംസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എങ്ങനെയൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഫോംസ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ ഫണ്ടും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ദെൻ ഇക്വിറ്റിയിലും പ്രിഫറൻസിലും പാടെ ഇൻവെസ്റ്റ് ചെയ്യാം, ദെൻ ഇക്വിറ്റി ആൻഡ് ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ദെൻ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർ, അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സ് ഓരോന്നിലും പ്രൊപ്പോർഷൻ ആക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ 4 പാറ്റേൺ അല്ലെങ്കിൽ 4 ഫോംസ് എന്ത്, ഒന്ന് ഇക്വിറ്റി ഷെയർസ് ഓൺലി, 2 ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർ, 3 ഇക്വിറ്റി ഷെയർസ് ആൻഡ് ഡിബഞ്ചർ, 4 ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട തിയറീസും അതിൻ്റെ ഭാഗമായിട്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ, ദെൻ ഫോംസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇത്രയും ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്ത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.